ഹായ് വെൽക്കം എവരി വൺ. നമുക്ക് ചിയർഫുൾനെസ് ആയിട്ടിരുന്നാൽ നമുക്ക് എന്തൊക്കെ നേട്ടമുണ്ടെന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് വളരെ ഓതൻറ്റിക് ആയിട്ടുള്ളൊരു ബുക്കുള്ളത് ഓതൻറ്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഹാർപ്പർ കോളിൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. അപ്പോൾ ചിയർഫുൾ ഇൻഡിവിജ്വൽസ് അവർ സ്ട്രെസ് എപ്പോഴും അവർക്ക് കുറവായിരിക്കും, ആങ്സൈറ്റി കുറവായിരിക്കും. ഒരു പഠനം നടത്തിയത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബർക്ക്ലിയാണ്, 2019 സ്റ്റഡിയാണ്. അതുപോലെ കാർണിഗി മെല്ലിൻ്റെ ഒരു സ്റ്റഡിയുണ്ട്, സെയിം തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് ചിയർഫുൾ ആൾക്കാരുടെ 2015 ഒരു സ്റ്റഡിയാണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ്റെ ഒരു സ്റ്റഡിയുണ്ട്. അപ്പോൾ എപ്പോഴും സ്മൈൽ ചെയ്യുന്ന ആൾക്കാർ അവർക്കെപ്പോഴും വളരെ ഹാപ്പിനെസ് കൂടുതലായിരിക്കും, അവരുടെ ബോഡിയുടെ ഓപ്റ്റിമമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും എന്നുള്ളതാണ് മിഷിഗൻ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡിക്കകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ബൈ ആൻഡ് ലാർജ് ഒരു സ്റ്റഡിയുടെ വെളിച്ചത്തിലെടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരുന്നാൽ നമുക്ക് കൂടുതൽ കാലം ജീവിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഒരു 2020 ഒരു സ്റ്റഡിയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ എങ്ങനെയൊക്കെ ഹാപ്പി ആയിരിക്കാം, ചിയർഫുള്ളായിട്ടിരിക്കാം എന്നതിനെക്കുറിച്ച്. അപ്പോൾ ചില ആൾക്കാരത് മ്യൂസിക് കേട്ടിട്ടായിരിക്കും, ചിലർ മറ്റുള്ളവരോട് സംസാരിച്ചും പെരുമാറിയൊക്കെ ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ ഹാപ്പി ആകുന്നത്, പലതും നമ്മളെടുത്ത് നോക്കുമ്പോൾ. അപ്പം ചില ആൾക്കാർ അവരുടെ പ്രോബ്ലംസിന്, മറ്റുള്ളവരുടെ പ്രോബ്ലത്തിന് പരിഹാരം കൊടുത്തു കഴിയുമ്പോഴാണ് ചില ആൾക്കാർ ഹാപ്പി ആകുന്നത്. പല വിധത്തിലെടുക്കാം. അപ്പം മേ ബി ഗോയിങ് ഫോർ എ വാക്ക് ഓർ എ റൺ ഓർ സം മ്യൂസിക് ഓർ സം ഡാൻസ്. ചില ആൾക്കാർ അങ്ങനെയാണ്, ഡാൻസിൽ സോളോ ആയിട്ട് ചെയ്താൽ പോലും ദേ വിൽ ബിക്കം വെരി ഹാപ്പി. ആൻഡ് ചില ആൾക്കാർ വീട്ടിൽ സ്പേസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ദേ വിൽ ബിക്കം മോർ ഹാപ്പി. ചില ആൾക്കാർ വളരെ ഷോർട്ടായിട്ടുള്ള സിമ്പിൾ ടാസ്ക് അല്ലെങ്കിൽ ഡൂ ലിസ്റ്റ് എഴുതി കഴിയുമ്പോൾ ദേ വിൽ ബിക്കം മോർ ഹാപ്പി. അപ്പം ചിയർഫുൾനെസ് വരും. പിന്നെ ചില ആൾക്കാർ അങ്ങനെയല്ല, ഡിഫറെൻറ്റ് പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ദേ വിൽ ബിക്കം മോർ ഹാപ്പി. ചില ആൾക്കാർ എപ്പോഴും ഹാപ്പി ബോഡി ലാംഗ്വേജിൽ നടക്കുന്നതാണ്, പിന്നെ മീറ്റിങ്ങിലും എല്ലാം എപ്പോഴും. ചില ആൾക്കാർ എപ്പോഴും ഒരു നല്ല പ്രവൃത്തി, സൽപ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് അതിൽ നിന്നുണ്ടാകുന്നത്. ചില ആൾക്കാർ അങ്ങനെയല്ല, ക്രിയേറ്റ് സംതിങ്, എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ആക്ടിവിറ്റി വഴി അവർ ഹാപ്പിയാവും. പിന്നെ ചില ആൾക്കാർ അവർ ടേക്കിംഗ് കെയർ ഓഫ് ദംസെൽസ്, മേക്ക് ഓവർ, അപ്പിയറൻസ്, ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ. ചില ആൾക്കാർ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഹാപ്പിയാവും. ചില ആൾക്കാർ അങ്ങനെയല്ല, ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുക, നേരിൽ സംസാരിക്കുക, ഫോണിൽ സംസാരിക്കുക ആണെങ്കിൽ ചിയർഫുള്ളാവും. ചില ആൾക്കാർ അങ്ങനെയല്ല, സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്കും ഒരു കോമഡി കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർ വളരെ ചിയർഫുള്ളാവും. ചില ആൾക്കാർ അങ്ങനെയല്ല, ചിയർഫുള്ളാകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അന്ന് സംഭവിച്ചിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അയവിറക്കുക. ചില ആൾക്കാർ അങ്ങനെയല്ല, പോസിറ്റീവ് അഫർമേഷൻസ് അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹാപ്പിയാവും. ചില ആൾക്കാർ ഹാപ്പി ആകുന്നത് വിഷ്വലൈസ് എ പോസിറ്റീവ് ഔട്ട്കം. നിങ്ങൾക്ക് ഇതിലേത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പോസിറ്റീവ് ഔട്ട്കം, പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഫൈനൽ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും. ചില ആൾക്കാർ പെറ്റ്സുമായിട്ട് കളിക്കുമ്പോൾ, അതിനെ കെട്ടിപ്പിടിക്കുമ്പോൾ, പട്ടിയോ അതല്ലെങ്കിൽ പൂച്ചയോ വട്ടവർ. അപ്പോൾ ചില ആൾക്കാർ ഹാപ്പി ആകുന്നത് വെൻ ദേ ടോക്ക് ടു ലൗഡ് വൺസ്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ചില ആൾക്കാർ ബാഡ് ഡേയ്സിനൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ, അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഹാപ്പിയാവും. ചില ആൾക്കാർ നല്ലൊരു സൺലൈറ്റ്, എക്സ്പോഷർ ടു നേച്ചർ, ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും. ചില ആൾക്കാർ അങ്ങനെയല്ല, ഡു സംതിങ് നൈസ് ടു സംബഡി, അത് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു ഹാപ്പിനെസ് വരും. ചില ആൾക്കാർ അങ്ങനെയല്ല, പാമ്പർ യുവർ സെൽഫ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റിയിലൊക്കെ പോകുന്നത്, മസാജിന് വേണ്ടിയിട്ടോ റിലാക്സിങ്ങിന് വേണ്ടിയിട്ടോ സ്പായിലോ. ചില ആൾക്കാർ അങ്ങനെയല്ല,
മറ്റുള്ളവരെ ചിയറപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹാപ്പിയാവും. മറ്റുള്ളവർക്കൊരു ലോങ് ഹഗ് കൊടുത്തു കഴിയുമ്പോഴോ കംഫർട്ട് കൊടുത്തു കഴിയുമ്പോഴോ. ചില ആൾക്കാർ അങ്ങനെയല്ല, ഒരു പ്ലാനഡ് ഡേ ഔട്ട് അങ്ങനെ ദിവസം പുറത്തേക്ക് പോകുമ്പോഴേ. പിന്നെ ചില ആൾക്കാർ ഡീപ്പ് ബ്രീതിങ് എടുത്ത് ഒരു 3-4 ബ്രീതിങ് എടുത്ത് കഴിയുമ്പോൾ ദേ വിൽ ബിക്കം വെരി കംഫർട്ടബിൾ. ചില ആൾക്കാർ ഒരു ഹാൻഡ് റിട്ടൺ നോട്ടൊക്കെ വല്ലവർക്കും കൊടുത്തു കഴിയുമ്പോൾ, ഓക്കെ, നമ്മൾ കെയർ എടുക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിയുമ്പോൾ. പിന്നെ ചില ആൾക്കാർ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും. ചില ആൾക്കാർ നല്ലൊരു ഷോപ്പിങ്ങിന് പോയി കഴിയുമ്പോൾ, ഓർ നല്ലൊരു മീല് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം വാഷ് ഔട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി പോസിറ്റീവായി കഴിയുമ്പോൾ ദേ വിൽ ബിക്കം വെരി ചിയർഫുൾ. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർ വളരെ പവർഫുള്ളായിട്ടൊരു ഹാബിറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ. ചില ആൾക്കാർ നേരത്തെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് റൊട്ടീൻ കഴിയുമ്പോഴത്തേക്ക് ദേ വിൽ ബിക്കം വെരി ഹാപ്പി. ചില ആൾക്കാർക്ക് ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിനെ മാറ്റിയിട്ട് ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് കൊണ്ടുവരുമ്പോൾ. പിന്നെ ചില ആൾക്കാർ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി കഴിയുമ്പോൾ. ചില ആൾക്കാർ നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ വിട്ടിട്ട് അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ, അതിനെ ചാലഞ്ച് ചെയ്ത് പോയി കഴിയുമ്പോൾ. ചില ആൾക്കാർ ഇൻവെസ്റ്റ് ഇൻ ദെയർ എക്സ്പീരിയൻസ് ഒരു മീനിങ് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ. ചില ആൾക്കാർ ഹാപ്പി ആകുന്ന ഡീപ്പൻ ദെയർ റിലേഷൻഷിപ്പ്. അപ്പോൾ അവർ വളരെ ജോയ്ഫുള്ളാവും. അപ്പോൾ മീനിങ് ഫുൾ കണക്ഷൻസ് വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി ഓർ ലവ്ഡ് വൺ. പിന്നെ ചില ആൾക്കാർ അങ്ങനെയല്ല, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ സേയിങ് നോ, ചില ബൗണ്ടറിക്ക് അടുത്ത് വന്ന് സേയിങ് നോ വരുമ്പോഴത്തേക്കും. പിന്നെ ചില ആൾക്കാർ നമ്മളെ കുറച്ചുകൂടെ കൂടുതൽ ഡിസ്കവർ ചെയ്ത് കഴിയുമ്പോൾ സെൽഫ് ഡിസ്കവറിയിൽ ഹാപ്പിയാവും. പിന്നെ ചില ആൾക്കാർ നല്ലൊരു മെഡിറ്റേഷൻ എടുത്ത് കഴിയുമ്പോൾ ഇത് ഹാപ്പിയാവും. ചില ആൾക്കാർ ഡൈവേഴ്സിഫൈ ദ ഇൻകം സ്കീം, അതിൽ വരുമ്പോഴത്തേക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്കൊരു അതിലും നമ്മൾ കൂടുതൽ ഹാപ്പിയാവും. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസസ് കുറച്ച് കഴിയുമ്പോൾ, അപ്പോൾ ഫൈൻഡ് ഫുൾഫിൽമെൻറ്റ് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഹാപ്പിയാവും. ചില ആൾക്കാർ കുറച്ചുകൂടെ ജോയ്സ് ആകുന്നത് കുറച്ചുകൂടെ ഗ്രീനിൽ പോകുമ്പോഴത്തേക്കും, ഇക്കോ ഫ്രണ്ട്ലി ആകുമ്പോഴത്തേക്കും. പിന്നെ ചില ആൾക്കാർ സ്വന്തം വ്യൂവിനെ തന്നെ ചാലഞ്ച് ചെയ്ത് പുതിയൊരു പെർസ്പെക്റ്റീവ് കിട്ടിക്കഴിയുമ്പോൾ. പിന്നെ നേച്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ. ചില ആൾക്കാർ ഷോപ്പ് സ്മാർട്ട്, നല്ല സാധനങ്ങൾ നല്ല വില കുറച്ചൊക്കെ വാങ്ങിച്ച് നല്ല ഡീലൊക്കെ കിട്ടിയുമ്പോൾ ഹാപ്പിയാവും. പിന്നെ ചില ആൾക്കാർ റൈറ്റ് ഫ്രണ്ട്സിനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും, പോസിറ്റീവ് ആൾക്കാരാൽ സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ. ചില ആൾക്കാർ സ്കിൻ പ്രൊട്ടക്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും. ചില ആൾക്കാർ വളരെ ഡീപ്പറായിട്ടുള്ള മെഡിറ്റേഷൻ. ചില ആൾക്കാർ മൈൻഡ്ഫുള്ളായിട്ട് ഈറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ചില ആൾക്കാർ വളരെ ആക്റ്റീവായിട്ട് റെഗുലറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ. ചില ആൾക്കാർ ഈ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുത്ത് അത് ചെയ്ത് കഴിയുമ്പോൾ, പ്രോബയോട്ടിക്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ. ചില ആൾക്കാർ അവരുടെ മീല് തന്നെ സ്വയം കുക്ക് ചെയ്ത് കഴിക്കുക. ചില ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ട് വന്ന് സെൽഫായിട്ട് തന്നെ കുക്ക് ചെയ്യുക. ചില ആൾക്കാർ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ല വെള്ളം കുടിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി, മെൻ്റൽ ഫങ്ഷൻ. പിന്നെ ചില ആൾക്കാർ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിയുമ്പോൾ, പോസിറ്റീവ് ആക്ഷൻസ് ഇൻ യുവർ ലൈഫ്. ചില ആൾക്കാർ ഗോൾ ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹാപ്പിയാവും. ചില ആൾക്കാർ ഡൂ ദ ഹാർഡസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ചാലഞ്ചിങ് തിങ്സ് ഫസ്റ്റ്. പിന്നെ ചില ആൾക്കാർ ഹോൾഡിങ് യുവർ സെൽഫ് അക്കൗണ്ടബിൾ അത് കഴിയുമ്പോൾ. ചില ആൾക്കാർ മെൻ്റൽ റീസെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. പിന്നെ ചില ആൾക്കാർ സ്റ്റേ ഇൻസ്പയർഡ് ആയി കഴിയുമ്പോൾ. ചില ആൾക്കാർ ഒത്തിരി കാലമായിട്ട് മാറ്റി വെച്ചിരുന്ന കാര്യത്തിൽ ഒരു ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹാപ്പി ആകുന്നത്. അപ്പോൾ ഈ ഓതൻറ്റിക് ഹാപ്പിനെസ്സിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിയുമ്പോൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ചിയർഫുൾ ആകുന്നത്, അത് ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. എനിക്ക് പുതിയ അറിവുകൾ കിട്ടിക്കഴിയുമ്പോൾ, പുതിയ വിസ്ഡം കിട്ടിക്കഴിയുമ്പോൾ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവർക്ക് അതുകൊണ്ട് യൂസ് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ചിയർഫുള്ളാവും. ഓക്കെ, ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ചിയർഫുള്ളാവും. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിയർഫുള്ളാകുന്നത് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പം എപ്പോഴും ചിയർഫുള്ളായിട്ടിരിക്കാനൊരു കർമ്മ പരിപാടി
അതിലൂടെ ഓൾവേസ് യു ക്യാൻ ബി ചിയർഫുൾ. പിന്നെ ഇത് എപ്പോഴും ജോയിയസ് ആയിട്ടിരിക്കാനായിട്ട് പറ്റിയ നമ്മുടെ ചില ലേണിംഗ് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനെ ഒരു ബേസ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ ചിയർഫുൾ ആയിട്ടുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള നമ്പറിൽ വിളിച്ച് യു ക്യാൻ ഓപ്റ്റ് ഫോർ ലേണിംഗ് പ്രോഗ്രാം. അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിന് ഡെപ്തിൽ പോകാനായിട്ട് പറ്റും. ഓൾ ദി ബെസ്റ്റ്.